Boche Gold and Diamonds. Buy now, pay later. ചേലക്കരയിൽ UDF പ്രചാരണ ബോർഡ് തീയിട്ട് നശിപ്പിച്ചു. വെങ്ങാനെല്ലൂരിലെ ചന്ദ്ര പുഷ്കരണിക്ക് സമീപം സ്ഥാപിച്ച ബോർഡാണ് നശിപ്പിച്ചത്. ഇത് രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമാണെന്ന് UDF സ്ഥാനാർത്ഥി സരിത പ്രഭാകർ ആരോപിച്ചു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. ഞാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 23 SC സംവരണ വാർഡിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ ഇന്നലെ ഒരു ഫ്ലെക്സ് ബോർഡിൻ്റെ ഒരു 9:20 ഭർത്താവും പ്രവർത്തകരും കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പോയി. ഞങ്ങളൊരു 9:45 കഴിഞ്ഞപ്പോഴേക്കും മണ്ഡലം പ്രസിഡന്റ് വിനോദ് വന്തലാടിയിട്ട് ഒരു ഫോൺ വന്നു, ഞങ്ങളുടെ ഫ്ലെക്സ് ഇവിടെ കത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ഫ്ലെക്സ് ആകെ കത്തി നശിച്ചിരുന്നു. തുടർന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് സ്റ്റേഷനിൽ നിന്ന് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കാനും സർവകക്ഷി യോഗം വിളിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആരെയും അറിഞ്ഞിട്ടില്ല. നമ്മളിവിടുന്ന് പോയതിന് ശേഷം ആരുണ്ടായിരുന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിന് CCTV ഒക്കെ നോക്കാമെന്നുള്ളത് സാർ അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CCTV ക്യാമറകൾ പരിശോധിച്ച് ബോർഡ് നശിപ്പിച്ചവരെ കണ്ടെത്തുമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുമെന്നും SIC അരുൺ അറിയിച്ചു. സർവകക്ഷി യോഗം ചേർന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, ഭാരവാഹികളായ പ്രഭാകരൻ, സന്തോഷ്, അജയൻ, വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെത്തിയിരുന്നു. മുൻപ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ACP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം ചേലക്കര നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത ബൂത്തുകൾ സന്ദർശിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.